നമ്മള് കോമഡിയുടെ പല വേർഷൻസ് കണ്ടല്ലേ, അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുന്നത് സ്പോട്ട് ഡബ്. അതും പുതിയതായിട്ട് വന്നു. നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതത്തില് നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട് അല്ലെ, ഇതെങ്ങനെയാണ് ഇവർ ഈ ടൈമിങ്ങിൽ ചെയ്യുക. ചിലരുടെയൊക്കെ പെർഫോമൻസ് അവരിങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോൾ ഇത് ആരുടെ വോയിസ് അവർ എടുക്കുന്നത്, എന്ത് പെട്ടെന്ന് രണ്ടുപേരുടെ ഒക്കെ ഒരു സീനിൽ രണ്ടുപേരുടെ വോയിസ് ഒക്കെ പെട്ടെന്ന് എടുക്കും. ഭയങ്കരമാണ് ഇമോഷൻസ്. ഈ പറയുന്ന ചില ശ്വാസം എടുക്കുന്നവരെ ഭയങ്കര കിടിലായിട്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സ്ക്രീനിൽ വരുന്നു, അത് കാണുന്നു, അതിനനുസരിച്ച് അവർ ഇവിടുന്ന് ലിപ്പ് സിങ്ക് ചെയ്യുന്നു. പക്ഷേ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടും ചെയ്യുന്ന കുറെ കലാകാരന്മാരുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ കലാകാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടതൊക്കെ കേൾക്കും. ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ഇവിടെ പെർഫോം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. സംഭവം ഏകദേശം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാന്ന് വെച്ചാൽ സ്പോട്ട് ഡബ് മാത്രമല്ല, ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പെർഫോമൻസ് ഒക്കെ തരാൻ വേണ്ടി അവിടെ വന്നേക്കുന്നല്ലേ. നമ്മളിപ്പോ ഓരോന്നായിട്ട് കേൾക്കും. ഈ സ്പെഷ്യൽ കിഡ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കത്തില്ല. അപ്പം കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടത് കേൾക്കും. ഇപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണനായിരിക്കും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരു വൈബ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തരാം. എല്ലാരും നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, കമോൺ, നമുക്ക് കേൾക്കാം. என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது, தப்பு. அப்புறம் நீ எஃப்ஐஆர் போட்டிருக்கியே, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுற முடியாது. சரி போ, அப்புறம் பேசிக்கலாம். எப்போ பேசணும் தான். இப்ப என்ன திடீர்னு? பக்கன்ற பாக்குற பண்ணி ரைட்டா தெரிஞ்சேன். இந்த பக்கன்ற பாக்குற பையெல்லாம் தப்பா இருக்கு. எப்ப அந்த பரத்திற்கு பிடிக்கல. மண்ணாங்கட்டி சொல்றத மட்டும் செய். நீ சொன்ன நான் போலீஸ் சொன்னல. இப்ப நான் சொல்றேன் நல்லவனாயிடு. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். மோதனொன்னு முடிவு பண்ணிட்டியா? மாத்தணும் முடிவு பண்ண. எதை மாத்த போற? உன்னை மனுஷனா? இந்த சிவ எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. Oh my God. ഒരു നിമിഷം. എന്നാ വെച്ച പ്രശ്നം? നിക്ക് സാറേ, എന്ന് ചോദിക്കട്ടെ. അവനെന്താ പറഞ്ഞേ? നിന്റെ അപ്പനെ കൊന്നവന്റെ കൂടെ കിടക്കണോടല്ലേടി? അടിക്കേ, അടിക്കടി അവനെ അടിക്കടി. നീ ആരടാ? നിന്നെ കണ്ടെന്ന് നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. നീ ഡിസ്മിസ് ചെയ്യോടാ. നീ ഇനി ഇവിടെ കാര്യത്തിലാണ് ഇടപെട്ട പന്നി ഇടിച്ചതിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. പിന്നെ നീ പുറത്ത് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി, അന്നയുടെ ലോക്കൽ ഗാർഡിയൻ. മക്കള് ചൊവ്വല്ലേ, കുഴിമാടത്തിൽ പോലും കാരണവന്മാർക്ക് കിടക്കപ്പുറതി ഉണ്ടാകുകയില്ലാന്ന് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ കാര്യത്തിൽ അതിപ്പോ ശരിയായി. ഡൊമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ബെഞ്ചമിൻ സാറിന് സുഖമാണോടാ? തന്തയ്ക്ക് പറയുന്നോടാ നായേ. തന്തയ്ക്ക് പറയാൻ മാത്രമല്ല, ഈ നാട് മുഴുവൻ നോക്കി നിൽക്ക. നിന്റെ തന്തയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട് ഞാൻ. അതിലുള്ള നിന്റെ കടി ഇതുകൊണ്ടങ്ങ് തീരുമോ?
സൂപ്പർ. എങ്ങനെയുണ്ട് ഗംഭീരം, അസല്. രക്ഷയില്ല, അടിപൊളി. പക്ഷെ ചേട്ടാ ഉണ്ണിക്കണ്ണ ചേട്ടാ എന്താ വിശേഷം? സുഖായിരിക്കുന്നോ? അടിപൊളിയായിരുന്നു ഉണ്ണി, ഗംഭീരായിരുന്നു. പ്രത്യേകിച്ച് വിജയ് സാറെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, അതിഗംഭീരായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, പൊളിച്ചു കളഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.